ഗുഹ അടയ്ക്കാനുള്ള ഉറപ്പ് കല്ലിനുണ്ടോന്ന് നോക്കണം. തട്ടി നോക്കിയാൽ അറിയാം. ടങ് ടോക്ക്. നല്ല കല്ലാ. ഇത് മതി. ടും. എന്താ? കല്ല് പൊട്ടിച്ച് കളിക്കുകയാണോ? ഹി ഹി. ട്രാക്ക്. ഈ സോറി. അയ്യോ, കരുനാക്കനാ. എടാ പരമദ്രോഹി, നിന്നെ ഞാൻ. ടക്ക്. അയ്യോ. ശരു, അവൻ ബോധം കെട്ട് വീണു. അതു നന്നായി. ഇനി അവൻ മിണ്ടില്ലല്ലോ. ഈ കരിനാക്കനോ? ഈ ദ്രോഹിയെ എങ്ങനെ കിട്ടി? സൂത്രൻ കല്ലെറിഞ്ഞപ്പോ കിട്ടിയതാ. ഇവനെ എന്തു ചെയ്യാൻ പോകുന്നു? ഒന്നും തീരുമാനിച്ചില്ല. ഇവനെ കാട്ടുതീയിലിടണം. അതിനുള്ള കാട്ടുതീ ഞാൻ ഉണ്ടാക്കിത്തരാം. അല്ലെങ്കിൽ ഇവനെ അങ്ങ് തട്ടിക്കളയാം. ഹേയ്, വേണ്ട വേണ്ട. ഇവന് നമ്മുടെ കടയിലെ താമസക്കാരനല്ലേ. അതുകൊണ്ട് കരുനാക്കിനെ എന്ത് ചെയ്യണമെന്ന് കാട്ടുമുത്തപ്പൻ തീരുമാനിക്കട്ടെ. അത് കൊള്ളാം. ശരു, താൻ കാട്ടുമുത്തപ്പനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്ത്. പ്രാർത്ഥനകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പുലികൾ വിളിച്ചാൽ ദേഹം മുഴുവൻ പുള്ളികളിട്ട് വരുന്നവനെ. ഈ അവൻ ഉണർന്നു. എന്താ എന്താ എല്ലാവരും വട്ടം കൂടി നിൽക്കുന്നത്? ഹും, കാട്ടുമുത്തപ്പൻ ഇപ്പൊ വരും. തേടിയ വെള്ളി കാലിൽ ചുറ്റി. എനിക്കും കാട്ടുമുത്തപ്പനെ ഒന്ന് കാണണം. നീ കാരണം വരുന്ന പ്രശ്നങ്ങൾ കാട്ടുമുത്തപ്പനോട് ഞങ്ങൾ പറയും. ചേടാ, ഞാൻ കാരണമോ? വരാനുള്ളത് വഴി തങ്ങുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? ഈ അത് ശരിയാണല്ലോ. ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. ഹൗ ചേ ഹമ്മോ. ഈ അതാരാ? ഈ കാട്ടുമുത്തപ്പൻ. സോറി, വള്ളി കാലിൽ ചുറ്റി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാനിരുന്ന വഴിയിൽ തങ്ങിപ്പോയി.